നമസ്കാരം സുഹൃത്തുക്കളെ, എസ് വേൾഡിൻ്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദിൽഷാദ് പി ടി, മലപ്പുറം ജില്ലയിലെ എരുമമുണ്ടയാണ് എൻ്റെ സ്വദേശം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ് PSC പരീക്ഷയുടെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളാണ്. ക്ലാസ്സുകൾ HSA സോഷ്യൽ സയൻസ് പരീക്ഷക്കാർക്ക് മാത്രം ഉപകാരപ്പെടുന്നതല്ല. കേരള PSC, കേട്ടറ്റ്, സെറ്റ്, നെറ്റ് പരീക്ഷകൾക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ തന്നെ സ്കൂൾ തലങ്ങളിലെ USS, NMMS, NTSE പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന വിദ്യാർത്ഥികൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ തയ്യാറാക്കുന്നത്. അതുപോലെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ഈ ടെലഗ്രാം ചാനലിൽ HSA പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളും ഉത്തരങ്ങളും അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിലബസ് അനുസരിച്ചുകൊണ്ടുള്ള മെറ്റീരിയലിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളും ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും അവിടെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും വർക്കൗട്ട് ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്കിനി നേരെ ക്ലാസ്സിലോട്ട് കടക്കാം. HSA സോഷ്യൽ സയൻസ് പരീക്ഷയുടെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. നമുക്കെല്ലാവർക്കും അറിയാം, 2 പാർട്ടാണ് HSAക്ക് നമുക്ക് പഠിക്കാനുള്ളത്. പാർട്ട് A, പാർട്ട് B. പാർട്ട് എയിൽ 3 മൊഡ്യൂളുകളും പാർട്ട് ബിയിൽ 8 മൊഡ്യൂളുകളുമാണ് പഠിക്കാനുള്ളത്. അപ്പോൾ പാർട്ട് എയിലുള്ള കാര്യങ്ങളൊന്ന് നോക്കാം. റിനേസസ് ആൻഡ് ഫ്രീഡം മൂവ്മെൻറ്റ്, ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫേഴ്സ്, അതേപോലെ മെത്തഡോളജി ഓഫ് ദ ടീച്ചിങ് സബ്ജക്റ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഓൾറെഡി എല്ലാവർക്കും ധാരണയുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഓൾറെഡി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് നോക്കി പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിവിടെ കാണാം. പാർട്ട് ബിയിൽ ആദ്യം ചെയ്യുന്നുണ്ട് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ, ഈജിപ്ഷ്യൻ, മെസപ്പൊട്ടാമിയൻ, ഹാരപ്പൻ സിവിലൈസേഷൻസ് ആണ് അവിടെ രണ്ടാമത്തെ ടോപ്പിക്കായിട്ട് പഠിക്കാനുള്ളത്. മൂന്നാമത്തത് ഗ്രീക്ക് റോമൻ സിവിലൈസേഷൻ, ദ റിനേസസ്, റിഫോർമേഷൻ, ജോഗ്രഫിക്കൽ ഡിസ്കവറീസ്, ദെൻ മോഡേൺ റവല്യൂഷൻസ്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, റഷ്യൻ റവല്യൂഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ദെൻ ലാസ്റ്റ് വേൾഡ് വാർ, ലീഗ് ഓഫ് നേഷൻ ആൻഡ് യുണൈറ്റഡ് നേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത് പാർട്ട് ബിയിൽ. ഇനി അതേപോലെ മൊഡ്യൂൾ 2ലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. അതേപോലെ മൊഡ്യൂൾ 3ൽ ഇക്കണോമിക് തിയറി, ബാങ്കിങ് ആൻഡ് ടൂൾസ് ഓഫ് അനാലിസിസ്, ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൻ്റെ തുടർച്ചയായി കൊണ്ട് തന്നെയാണ് മൊഡ്യൂൾ 4ൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഇക്കണോമി, ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സ്, പബ്ലിക് ഫിനാൻസ് ആൻഡ് കേരള ഇക്കണോമി. അപ്പോൾ ഇവിടെ ഹൈസ്കൂളിൽ നിന്നുകൊണ്ടും അതേപോലെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഹ്യൂമാനിറ്റീസിലെ +1, +2ലെ എക്കണോമിക്സിനാണ് നമ്മളവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അവിടെ ഇന്ത്യൻ ഇക്കണോമിയും ഇക്കണോമിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കൺസെപ്റ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൊഡ്യൂൾ 5ലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇമ്പോർട്ടൻസ് ആൻഡ് അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സയൻസ്, പൊളിറ്റിക്കൽ സയൻസിലെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നമുക്ക് +1, +2ലെ പൊളിറ്റിക്കൽ സയൻസ് വിഷയം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ മൊഡ്യൂൾ 6ലേക്ക് വരുമ്പോൾ മൊഡ്യൂൾ 6ൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഓർഗനൈസേഷൻ എന്നുള്ള ഭാഗമാണ് അവിടെ ചർച്ച ചെയ്യാനുള്ളത്. അതേപോലെ 7ാമത്തെ പാഠഭാഗത്തിൽ 7ാമത്തെ മൊഡ്യൂളിൽ ഫിസിക്കൽ ജോഗ്രഫി. നമ്മൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ സോഷ്യൽ സയൻസ് ജോഗ്രഫിയിലുള്ള പാഠഭാഗങ്ങൾ തന്നെയാണ് അവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനുള്ളത്. അതേപോലെ 7ാമത്തെ ഭാഗമാണ് ഹ്യൂമൻ ആൻഡ് റീജിയണൽ ജോഗ്രഫി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. വളരെ വൈഡായിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത് നമ്മുടെ എല്ലാ ക്ലാസ്സിലുള്ള ആളുകൾക്കും എല്ലാ മേഖലയിലുള്ള ആളുകൾക്കും ഇവിടെ പറഞ്ഞ പോലെ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും അതേപോലെ കേട്ടറ്റ് എക്സാമിനേഷൻ, നെറ്റ്, സെറ്റ്, സ്കൂൾ തലങ്ങളിലെ USS, NMMS, NTSE പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു സിലബസിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പഠിക്കാനുള്ളത്. കാരണം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോഷ്യൽ സയൻസ് കംപ്ലീറ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ പാഠഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ സിലബസിലെ മുഴുവനായിട്ട് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ് പാഠഭാഗങ്ങളിൽ നിന്നുകൊണ്ടുള്ളതാണ്. പാഠഭാഗങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 5ാം ക്ലാസ് മുതൽ
10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കുകൾ 16ഓളം ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ 16ഓളം ടെക്സ്റ്റ് ബുക്കിൽ 88 അധ്യായങ്ങളാണ് മൊത്തം പഠിക്കാനുള്ളത്. 88 ചാപ്റ്റേഴ്സ്. ഈ 88 ചാപ്റ്റേഴ്സിനെ നമ്മൾ പല ഹെഡിങ്സ് ആയിട്ട് തിരിക്കുകയാണ്. ഈ ഹെഡിങ്സ് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ സിലബസിൽ കൊടുത്ത അതേപോലെ തന്നെയാണ്. ഇന്ത്യൻ ജോഗ്രഫി, ഇപ്പോൾ നമ്മൾ ജോഗ്രഫിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി പഠിക്കാനുണ്ട്, കേരള ജോഗ്രഫി പഠിക്കാനുണ്ട്, അതേപോലെ മൊത്തത്തിലുള്ള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് കോൺസെപ്റ്റുകൾ മനസ്സിലാക്കാനുണ്ട്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ അവിടെ വേൾഡ് ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതേപോലെ പൊളിറ്റിക്കൽ സയൻസ് ഏതെല്ലാം പാഠഭാഗങ്ങളാണ് വരുന്നത്, ഇക്കണോമിക്സ് ഏതെല്ലാം പാഠഭാഗങ്ങളാണ് വരുന്നത്, സോഷ്യോളജി ഏതെല്ലാം പാഠഭാഗങ്ങൾ 5 മുതൽ 10ാം ക്ലാസ് വരെ നമുക്ക് ഉണ്ട് എന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ ഈ 88 പാഠഭാഗങ്ങളെയും നമ്മുടെ പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് വേൾഡ് ഹിസ്റ്ററിയിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊന്ന് പരിചയപ്പെടാം. 5ാം ക്ലാസ്സിൽ 1ാമത്തെയും 2ാമത്തെയും അധ്യായം, 1ാമത്തെ ചാപ്റ്റർ ചരിത്രത്തിലേക്ക്, 2ാമത്തെ അധ്യായം കല്ലിൽ നിന്ന് ലോഹത്തിലേക്ക്, വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. 6ാം ക്ലാസ്സിൽ നമുക്ക് മധ്യകാല ലോകം, 7ാം ക്ലാസ്സിൽ യൂറോപ്പ് പരിവർത്തന പാതയിൽ, 8ാം ക്ലാസ്സിൽ ആദ്യകാല മനുഷ്യജീവിതം, അതേപോലെ 2ാമത്തെ അധ്യായം നദീതട സംസ്കാരങ്ങളിലൂടെ, 9ാം ക്ലാസ്സിൽ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ, 2ാമത്തെ അധ്യായമാണ് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം. ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, ലോകം 20ാം നൂറ്റാണ്ടിൽ, ഇങ്ങനെ 10 അധ്യായങ്ങൾ 5 മുതൽ 10ാം ക്ലാസ് വരെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ഇത് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇനി നമ്മൾ നേരെ പോകുമ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് കൂടുതൽ ചാപ്റ്ററുകൾ മനസ്സിലാക്കി വെക്കാനുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. 5ാം ക്ലാസ്സിൽ 2 അധ്യായങ്ങളാണ് ഇരുമ്പൊരുക്കിയ മാറ്റങ്ങൾ, അഹിംസ, അറിവ്, അധികാരം. 6ാം ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, മധ്യകാല ഇന്ത്യൻ സമൂഹം, വിഭവം, വിനിമയം, മധ്യകാല ഇന്ത്യ കലയും സാഹിത്യവും. ഇനി 7ാം ക്ലാസ്സിൽ കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്, ചെറുത്തുനിൽപ്പുകളും 1ാം സ്വാതന്ത്ര്യ സമരവും, ഇന്ത്യ പുതുയുഗത്തിലേക്ക്, ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും. ഇനി അതേപോലെ 8ാം ക്ലാസ്സിലേക്ക് നോക്കുമ്പോൾ ഗംഗാസമുദ്രത്തിലേക്കും മഗധ മുതൽ താനേശ്വരം വരെ, ഇതൊക്കെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ പാഠഭാഗങ്ങളാണ് പറയുന്നത്. 9ാം ക്ലാസ്സിൽ മധ്യകാല ഇന്ത്യ, രാജസങ്കല്പവും ഭരണരീതിയും, സമ്പത്തും സമൂഹവും, മധ്യകാല ഇന്ത്യയിൽ. ഇവിടെ 9ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായമാണ് സമന്വയത്തിൻ്റെ ഇന്ത്യ. ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിൽ ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെടുത്തി 4 അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പും, 2ാമത്തത് സംസ്കാരവും ദേശീയതയും, സമരവും സ്വാതന്ത്ര്യവും, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. ഇങ്ങനെ നമുക്ക് 18 അധ്യായങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ പഠിച്ചു വെക്കാനുള്ളത്. ഇനി നമുക്ക് കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ കേരള ഹിസ്റ്ററിയിൽ വെറും 5 പാഠഭാഗങ്ങളാണ് പഠിച്ചു വെക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ മധ്യകാല കേരളം, 5ാം ക്ലാസ്സിൽ നിന്നും മധ്യകാല കേരളം. 7ാം ക്ലാസ്സിൽ നിന്ന്, പിന്നെ 6ാം ക്ലാസ്സിൽ നമുക്ക് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പാഠഭാഗങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നില്ല. 7ാം ക്ലാസ്സിൽ നവകേരള സൃഷ്ടിക്കായി, 8ാം ക്ലാസ്സിൽ പ്രാചീന തമിഴകം. അങ്ങനെ ആ കേരളത്തിൻ്റെ ആ ഒരു ചരിത്രം തുടങ്ങുന്നതൊക്കെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. 9ാം ക്ലാസ്സിൽ കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ, 10ാം ക്ലാസ്സിൽ കേരളം ആധുനികതയിലേക്ക്. ഇങ്ങനെ 5 അധ്യായങ്ങൾ കേരള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നേരെ നോക്കുന്നത് നമ്മുടെ ജോഗ്രഫിയിൽ എത്ര അധ്യായങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു രീതിയിൽ പാഠഭാഗങ്ങളെ എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രധാനമായിട്ടുള്ള നമ്മുടെ ടോപ്പിക്കിൻ്റെ അണ്ടറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്നാൽ വളരെ ഈസി ആയിക്കൊണ്ട് എന്ത് ചെയ്യാം, സിലബസ് അനുസരിച്ചുകൊണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് പഠിച്ച് മുന്നേറാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആദ്യം നോക്കുന്നത് ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുള്ളത് 5ാം ക്ലാസ്സിൽ 2 അധ്യായങ്ങളാണ്. പ്രപഞ്ചം എന്ന മഹാത്ഭുതം. അവിടെ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട ഒരേ ഒരു അധ്യായം മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവിടെയുള്ള നമ്മുടെ പ്ലാനറ്റ്സിനെ കുറിച്ചൊക്കെ വളരെ കുറച്ച് പോയിന്റുകൾ മാത്രമാണ് പഠിക്കാനുള്ളത്. നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ. 2ാമത്തെ അധ്യായം 6ാമത്തെ ചാപ്റ്ററാണ് വൻകരകളും സമുദ്രങ്ങളും. ഇനി 6ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 3 അധ്യായങ്ങൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊക്കെയാണ്? ഭൂമി കഥയും കാര്യവും, വൈവിധ്യങ്ങളുടെ ലോകം, പ്രകൃതിയുടെ വരദാനം. ഇനി 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഭൂപടങ്ങളുടെ പൊരുൾ തേടി, ഭൂമിയും ജീവലോകവും, സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. 8ാം ക്ലാസ്സിൽ ഭൗമരഹസ്യങ്ങൾ തേടി, ഭൂപടങ്ങൾ വായിക്കാം, ഭൂമിയുടെ പുതപ്പ്, ഭൂമിയിലെ ജലം. 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ സർവവും സൂര്യനാൽ,
കാലത്തിൻ്റെ കയ്യൊപ്പുകൾ, അതേപോലെ പ്രകൃതിയുടെ കൈകളാൽ സമുദ്രവും മനുഷ്യനും സുരക്ഷിതമായ നാളേക്ക് 10ാം ക്ലാസ്സിൽ 4 അധ്യായങ്ങളാണ് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കാനുള്ളത്. ഒന്ന് ഋതുഭേദങ്ങളും സമയവും, 2ാമത്തെ അധ്യായം കാറ്റിൻ്റെ ഉറവിടം തേടി, 4ാമത്തെ അധ്യായമാണ് ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ, 6ാമത്തെ അധ്യായം ആകാശകണ്ണുകളും അറിവിൻ്റെ വിശകലനവും. അപ്പോൾ ഈ രീതിയിൽ സോർട്ട് ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ ഇതേപോലുള്ള അതിൻ്റെ PDF ഒക്കെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. സൂചിപ്പിച്ച പോലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് ഇതൊക്കെ എഴുതിയെടുത്ത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ട് തയ്യാറാക്കുന്നത് വളരെ ഉപകാരപരമായ ഒരു കാര്യമായിരിക്കും. അപ്പോൾ ഇനി നോക്കുന്നത് ഇന്ത്യൻ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെക്കാനുള്ളതാണ്. ഇന്ത്യൻ ജോഗ്രഫിയിൽ നമുക്ക് വളരെ കുറച്ച് ചാപ്റ്ററുകൾ മാത്രം, ആകെ 4 ചാപ്റ്ററുകൾ മാത്രമാണ് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നത്. അതിലൊന്ന് 5ാം ക്ലാസ്സിൽ നമ്മുടെ ഇന്ത്യ, 7ാം ക്ലാസ്സിൽ ഇന്ത്യയിലൂടെ എന്നുള്ള അധ്യായം, 10ാം ക്ലാസ്സിൽ വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന 2 അധ്യായങ്ങളാണ് ഈ 10ാം ക്ലാസ്സിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ, ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുകൊണ്ട് തന്നെ നിരവധി കാര്യങ്ങൾ, പോയിന്റുകൾ പഠിച്ചു വെക്കാനുണ്ട്. എന്നാലും നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ ഒരു സിലബസ് അനുസരിച്ചുകൊണ്ട് ക്ലാസ് തയ്യാറാക്കുന്നത്. ഇനി കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ, കേരളക്കരയിൽ കേരളം, മണ്ണും മഴയും മനുഷ്യനും എന്നുള്ള 2 അധ്യായങ്ങൾ മാത്രമാണ് കേരള ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്നത്. ഇനി എക്കണോമിക്സിലേക്ക് വരുമ്പോൾ, എക്കണോമിക്സിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 12 അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത്. ഇവിടെ 5ാം ക്ലാസ്സിൽ 4ാമത്തെ അധ്യായമാണ് കരുതലോടെ ചെലവിടാം. 6ാം ക്ലാസ്സിൽ 4ാമത്തെ അധ്യായം തന്നെയാണ് ഉൽപാദന പ്രക്രിയയിലൂടെ. നമ്മുടെ ഇക്കണോമിക്സിൻ്റെ ബേസാണ് ഇവിടെയൊക്കെ കിടക്കുന്നത്. അതേപോലെ 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ സാമ്പത്തിക സ്രോതസ്സുകൾ, 8ാം ക്ലാസ്സിൽ ശാസ്ത്ര ചിന്തകൾ, ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും, 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ദേശീയ വരുമാനത്തെക്കുറിച്ചും. ഇതൊക്കെ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളാണ്. സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും സമ്പദ് വ്യവസ്ഥകളും സാമ്പത്തിക നയങ്ങളും, ഇത്രയും അധ്യായങ്ങൾ ഇക്കണോമിക്സുമായി ബന്ധപ്പെടുത്തി വരുന്നു. ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ 4 അധ്യായങ്ങൾ ഇക്കണോമിക്സ് ആണ്. ഏതൊക്കെയാണ്? മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ, പൊതുചെലവും പൊതുവരുമാനവും, ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. ഇവിടെ നമ്മുടെ സിലബസിൽ ബാങ്കിങ് ഒക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അധ്യായവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. പിന്നെ ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ എവിടെയുണ്ട്? നമ്മുടെ +1 +2 ഇക്കണോമിക്സ് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്ന് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. ഇനി അവിടെയുള്ള ലാസ്റ്റ് അധ്യായമാണ് ഉപഭോക്താവ് സംതൃപ്തിയും സംരക്ഷണവും. ഇങ്ങനെ 12 അധ്യായങ്ങളാണ് എക്കണോമിക്സിൽ പഠിച്ചു വെക്കാനുള്ളത്. ഇനി പൊളിറ്റിക്കൽ സയൻസിലേക്ക് വരുമ്പോൾ, ഇവിടെ നമ്മൾ 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളെ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയങ്ങളുടെ അണ്ടറിലാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ, പൊളിറ്റിക്കൽ സയൻസിൽ നമുക്ക് 9 അധ്യായങ്ങളാണ് ഇവിടെയുള്ളത്. 9 ചാപ്റ്റേഴ്സ് 5 മുതൽ 10 വരെ കാണാൻ സാധിക്കും. ഇവിടെ 5ാം ക്ലാസ്സിൽ ജനങ്ങൾക്ക് വേണ്ടി, 6ാം ക്ലാസ്സിൽ ജനാധിപത്യവും അവകാശങ്ങളും, 7ാം ക്ലാസ്സിലെ പാഠഭാഗമാണ് നമ്മുടെ ഇന്ത്യ, 8ാം ക്ലാസ്സിൽ നമ്മുടെ ഗവൺമെൻറ്, 9ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, അതേപോലെ തിരഞ്ഞെടുപ്പും ജനാധിപത്യവും നമുക്ക് 9ാം ക്ലാസ്സിലെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളതാണ്. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പൊതുഭരണം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതേപോലെ രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും, പൗരബോധം, സിവിക് കോൺഷ്യസ്നസ്. ഇത്രയും പാഠഭാഗങ്ങളാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇനി സോഷ്യോളജി, സമൂഹശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി 5 മുതൽ 10ാം ക്ലാസ് വരെ 7 അധ്യായങ്ങളുണ്ട്. ഏതൊക്കെയാണ്? 5ാം ക്ലാസ്സിൽ നമ്മുടെ കുടുംബം, അതേപോലെ 6ാം ക്ലാസ്സിൽ സമൂഹ ജീവിതത്തിലെ വൈവിധ്യം, 7ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ വ്യക്തിയും സമൂഹവും, ചാപ്റ്റർ നെയിമും അത് ഏത് പാർട്ടാണ് എന്നുള്ളതും എത്രാം ക്ലാസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിശദീകരിച്ച് നമ്മൾ സമയം കൂടുതൽ കളയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ പറഞ്ഞു, ഇതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്. ഇനി അവിടെ നമുക്ക് നോക്കാനുള്ളത് 8ാം ക്ലാസ്സിലെത്തുമ്പോൾ സാമൂഹ്യ സംഘങ്ങളും സാമൂഹ്യ നിയന്ത്രണവും, 9ാം ക്ലാസ്സിൽ നല്ല നാളേക്കായി ജനസംഖ്യ, കുടിയേറ്റം, വാസസ്ഥലങ്ങൾ. ഇവിടെ ഇക്കണോമിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. ഇനി 10ാം ക്ലാസ്സിൽ സമൂഹശാസ്ത്രം, എന്തിന്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒരു അവലോകനം നമ്മൾ നടത്തേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസിലുള്ള കാര്യങ്ങളും പാഠഭാഗവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലബ്ബ് ചെയ്തുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ക്ലാസ്സിലേക്കാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് ബിയിലെ 1ാമത്തെ മൊഡ്യൂൾ. നമുക്ക് 8 മൊഡ്യൂളുകളുണ്ട്. 8 മൊഡ്യൂളിൽ
ഒന്നാമത്തെ ടോപ്പിക്കാണ് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ നിർവചനങ്ങൾ. ഈ നിർവചനങ്ങൾ പരിശോധിച്ചാൽ ഏകദേശം നമുക്കൊരു 18ഓളം ചരിത്രകാരന്മാരും അവരുടെ നിർവചനങ്ങളുമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫോക്കസ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവരുടെ എല്ലാവരുടെയും ഡെഫിനിഷൻ ഒരേപോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചു വെക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. അതുകൊണ്ട് സാധാരണ നമ്മളിത് പഠിച്ചു പോവുകയല്ല ചെയ്യുന്നത്, എങ്ങനെ ഇത് കണക്ട് ചെയ്തുകൊണ്ട് കോഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ പഠിക്കാം എന്നുള്ള ഒരു ടെക്നിക്കാണ് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 ഒന്നാമത്തെ ടോപ്പിക്കാണ് ഡെഫിനിഷൻസ് ഓഫ് ഹിസ്റ്ററി, ചരിത്രത്തിൻ്റെ നിർവചനങ്ങൾ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ HSA പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 125/2016, ക്വസ്റ്റ്യൻ നമ്പർ 21, 21ാമത്തെ ചോദ്യം നമ്മുടെ ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. നോക്കാം. ചോദ്യം: യുഗപരമ്പരകളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം. ചരിത്രത്തിന് ഈ നിർവചനം നൽകിയ പണ്ഡിതനാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ആർണോൾഡ് ടോയൻബി, വിൽ ഡ്യൂറന്റ്, ഓപ്ഷൻ സി എഡ്മണ്ട് ബർക്ക്, ഓപ്ഷൻ ഡി തോമസ് കാർലൈൻ. കാർലൈൻ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ഇതിൻ്റെ ഉത്തരം ആരാണെന്ന് നമുക്കറിയാം. വിൽ ഡ്യൂറന്റ് ആണ് ഈ ഡെഫിനിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് ചരിത്രത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കേണ്ടതുണ്ട്. ചരിത്രവുമായി ബന്ധപ്പെടുത്തിയുള്ള കുറച്ച് വസ്തുതകളിലേക്ക് ഒന്ന് പോവാം. ചരിത്രത്തിലേക്ക് മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. അതാണ് മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ് ചരിത്രം. അതേപോലെ ഒരുവൻ്റെ അന്വേഷണ പരീക്ഷണങ്ങളുടെ രേഖപ്പെടുത്തൽ എന്നർത്ഥം വരുന്ന ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് രൂപപ്പെട്ടത്. ഒരുവൻ്റെ അന്വേഷണ പരീക്ഷണങ്ങളുടെ രേഖപ്പെടുത്തൽ എന്നർത്ഥം വരുന്ന ഹിസ്റ്റോറിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഹിസ്റ്ററി എന്ന വാക്ക് രൂപം കൊണ്ടിട്ടുള്ളത്. എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലം ചരിത്രാതീത കാലം എന്നാണ് അറിയപ്പെടുന്നത്. 5ാം ക്ലാസ്സിലെ ആദ്യത്തെ പാഠഭാഗത്തിൽ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നേരത്തെ സൂചിപ്പിച്ചു. പാഠഭാഗങ്ങളിൽ നിന്നുള്ള ഒറ്റ പോയിന്റ് പോലും ഒഴിവാക്കാതെയാണ് നമ്മളിതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പുറമേ നിന്നുള്ള വിവരങ്ങളും ഉൾപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എഴുത്തുവിദ്യ രൂപപ്പെടുന്നതിന് മുമ്പുള്ള കാലമാണ് ഇത് ചരിത്രാതീത കാലം എന്നറിയപ്പെടുന്നത്. എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം. എഴുതപ്പെട്ട രേഖകളുള്ള കാലമാണ് ചരിത്രകാലം. എന്താണ് ഹിസ്റ്റോറിയോഗ്രഫി? ചരിത്രം രേഖപ്പെടുത്തുന്ന രീതികൾ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്ന് പഠിക്കുന്ന ഒരു ശാഖയാണ് ഹിസ്റ്റോറിയോഗ്രഫി. ചരിത്രം രേഖപ്പെടുത്തുന്ന രീതികൾ എങ്ങനെയാണ് വികാസം പ്രാപിച്ചത് എന്ന് രേഖപ്പെടുത്തുന്നതാണ് ഹിസ്റ്റോറിയോഗ്രഫി. അതേപോലെ ചരിത്രത്തിൻ്റെ ജന്മഭൂമിയാണ് ഗ്രീസ്. ചരിത്രത്തിൻ്റെ ജന്മഭൂമിയാണ് ഗ്രീസ്. ഇനി ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതിയാണ് ഹിസ്റ്റോറിക്ക. ലോകത്തിലെ ആദ്യത്തെ ചരിത്രകൃതി ഹിസ്റ്റോറിക്ക. ഹിസ്റ്റോറിക്ക രചിച്ചത് ചരിത്രത്തിൻ്റെ പിതാവായ ഹെറോഡോട്ടസ് ആണ്. ഹെറോഡോട്ടസിനെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സിസറോ ആണ്. ഹെറോഡോട്ടസിനെ ചരിത്രത്തിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് സിസറോ ആണ്. അതേപോലെ മനുഷ്യൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയിലെ എത്യോപ്യയാണ്. മനുഷ്യൻ്റെ ജന്മദേശം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡം ആഫ്രിക്കയിലെ എത്യോപ്യയാണ്. ഇനി ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവ് തൂസിഡൈഡസ്. ശാസ്ത്രീയ ചരിത്രത്തിൻ്റെ പിതാവാണ് തൂസിഡൈഡസ്. ആധുനിക ചരിത്രത്തിൻ്റെ പിതാവാണ് റാങ്കെ. ആധുനിക ചരിത്രത്തിൻ്റെ പിതാവ് റാങ്കെ. നിയാണ്ടർത്താൽ മനുഷ്യനെ കണ്ടെത്തിയത് നമ്മുടെ ജർമ്മനിയിലാണ്. നിയാണ്ടർത്താൽ മനുഷ്യരെ കണ്ടെത്തിയത് ജർമ്മനിയിലാണ്. ബുദ്ധിയുള്ള മനുഷ്യവർഗമാണ് ഹോമോസാപ്പിയൻസ്. ബുദ്ധിയുള്ള മനുഷ്യവർഗമാണ് ഹോമോസാപ്പിയൻസ്. ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ആൾക്കുരങ്ങിൻ്റെ അവശിഷ്ടം രാമപിതേക്കസ് എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിന്ന് ലഭിച്ച ആൾക്കുരങ്ങിൻ്റെ അവശിഷ്ടം രാമപിതേക്കസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട ചരിത്രകാരന്മാരും അവരുടെ നിർവചനങ്ങളിലേക്കുമാണ്. ഈ നിർവചനങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നമ്മൾ സാധാരണ വായിച്ചു പോവുകയല്ല ചെയ്യുന്നത്. നമുക്ക് എങ്ങനെയാണോ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം ഇവരുടെ നിർവചനം കാണുമ്പോൾ ഇതാര് എഴുതിയതാണ് അല്ലെങ്കിൽ ഇതാര് പറഞ്ഞതാണ് എന്നുള്ള ആ ഒരു സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇതൊരു പൊട്ടത്തെറ്റൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഞാൻ ഉറപ്പ് തരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരാൾക്ക് പോലും നിങ്ങളുടെ മാർക്ക് നഷ്ടപ്പെടില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിയൊക്കെ വരും. പക്ഷേ
പ്രശ്നമാക്കണ്ട. നമ്മളെ സംബന്ധിച്ച് എന്തോ വിചാരിച്ചോട്ടെ, എന്തോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൊട്ടത്തെറ്റോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. കാരണം ഈ ഒരു ഡെഫിനിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ ഒരേപോലെയാണ് നമുക്ക് കാണുന്നത്. ഒരാളുടെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്താണെന്ന് അറിയാൻ പറ്റും. എന്നാൽ ചെറിയ മാറ്റങ്ങൾ അവിടെ ഉണ്ടാകും. എന്നാൽ ഇവിടെ എന്ത് ചെയ്യേണ്ടതുണ്ട്? അവരുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്ക് ചെയ്യുന്ന പോയിന്റുകളും അവരുടെ പേരുകളും തമ്മിൽ ബന്ധപ്പെടുത്തിക്കൊണ്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്നത് EH കാറിൻ്റെ ഡെഫിനിഷനാണ്. EH കാർ. EH കാർ എന്താണ് ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞത്? വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലക്കാത്ത സംഭാഷണമാണ് ചരിത്രം എന്ന് നിർവചിച്ചത് EH കാറാണ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ പേരൊന്ന് ശ്രദ്ധിക്കുക. ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിങ്ങൾ കാർ എന്ന് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ നമ്മൾ ഇനി എടുക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനിലെ നിലക്കാത്ത എന്നുള്ള ഒരു വേർഡ് മാത്രമാണ് എടുക്കുന്നത്. വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലക്കാത്ത സംഭാഷണമാണ് ചരിത്രം. ആ നിലക്കാത്തതും കാറും മാത്രം നമുക്ക് മതി. നിലക്കാത്തൊരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഒരു കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ പ്രത്യേകത? നിലക്കാത്തൊരു കാറാണ്. ഇനി വേറൊരു കാർ ലൈൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഡെഫിനിഷൻ നമുക്ക് പഠിക്കാനുണ്ട്. അതിന് വേറൊരു കോഡുണ്ട്, മാറിപ്പോവില്ല. ഈ കാർ എങ്ങനെയാണ് പോകുന്നത്? EH കാർ എങ്ങനെയാണ് പോകുന്നത്? നിലക്കാതെയാണ് ഈ കാറ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർത്തമാനകാലവും ഭൂതകാലവും തമ്മിലുള്ള ഒരിക്കലും നിലക്കാത്ത സംഭാഷണം. ഈ നിലക്കാത്ത എന്നുള്ള വേറെ എവിടെയും ഒരു ഡെഫിനിഷനിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നിലക്കാത്തൊരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ് EH കാറിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഡെഫിനിഷനിലേക്കാണ്. നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള നമ്മുടെ വോൾട്ടയർ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചിന്തകന്മാരിൽ ഒരാളാണ് നമ്മുടെ വോൾട്ടയർ. വോൾട്ടയർ എന്താണ് പറഞ്ഞത്? മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം. എന്താണ്? മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ വോൾട്ടയറാണ്. ഇതെങ്ങനെ പഠിച്ചു നോക്കാം? നമ്മളിവിടെ എടുക്കാൻ പോകുന്നത് വോൾട്ടയറിലെ ടയർ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു പൊട്ടത്തെറ്റാണ്, പക്ഷേ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളിതിന് ഉത്തരം എഴുതും. ഓക്കെ, ടയർ മാത്രം എടുക്കുകയാണ്. ഒരാൾ ടയറുകൾ കൊണ്ട് ചെപ്പടി വിദ്യ കാണിക്കുകയാണ്, അല്ലെ മാജിക് കാണിക്കുകയാണ്, ചെപ്പടി വിദ്യ കാണിക്കുകയാണ്. എന്തുപയോഗിച്ചിട്ട്? ടയർ ഉപയോഗിച്ചിട്ടാണ് ചെപ്പടി വിദ്യ കാണിക്കുന്നത്. ഈ ചെപ്പടി വിദ്യയും ടയറും വേറെ എവിടെയില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? മരിച്ചവരുടെ മേൽ നാം കാണിക്കുന്ന ചെപ്പടി വിദ്യകളാണ് ചരിത്രം. വേണ്ട, ടയറും ചെപ്പടി വിദ്യയും മാത്രം മതി. ഓക്കെ അല്ലേ? കിട്ടുന്നുണ്ടോ? ഓക്കെ ആണ്. അപ്പോൾ വോൾട്ടയറുടെ ഡെഫിനിഷൻ ടയറും ചെപ്പടി വിദ്യകളും മാത്രം. ഒരാൾ ചെപ്പടി വിദ്യ കാണിച്ചു, എന്തുപയോഗിച്ചിട്ട്? ടയർ ഉപയോഗിച്ച് ചെപ്പടി വിദ്യ കാണിച്ചു. പിന്നെ അടുത്തത് ജോൺ സീലിയിലേക്ക് വരുമ്പോൾ, ജോൺ സീലിക്ക് ആവശ്യമായിട്ടുള്ള കോഡ് കണ്ടിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എല്ലാം കോഡിട്ട് കഴിഞ്ഞാൽ ആകെ കൺഫ്യൂഷനാവും. പിന്നെ കോഡ് ആലോചിച്ച് എക്സാം ഹാളിൽ ഇരിക്കേണ്ടി വരും, ആകെ തെറ്റിക്കും. അപ്പോൾ ജോൺ സീലി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എന്നാലും സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷൻ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്, അല്ലേ? സില്ലി ആയിട്ടുള്ളൊരു ഡെഫിനിഷനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തോട് ചരിത്രത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണെന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ ജോൺ സീലിയാണ്. ജോൺ സീലി പറഞ്ഞത് എന്താണ്? ചരിത്രം ഭൂതകാല രാഷ്ട്രീയവും രാഷ്ട്രീയം വർത്തമാനകാല ചരിത്രവുമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് ജോൺ സീലിയാണ്. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും കണക്റ്റിംഗ് ഉണ്ടെങ്കിൽ, ഒരുപാട് ആലോചിച്ചു, കിട്ടിയിട്ടില്ല, ഇങ്ങനെ തന്നെ പഠിച്ചു പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരു സില്ലി ആയിട്ടുള്ള ഒരു ഡെഫിനിഷനാണ് ആര് കൊടുത്തിട്ടുള്ളത്? നമ്മുടെ ജോൺ സീലി പറഞ്ഞിട്ടുള്ളത്. ഇനി ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം. ഓക്കെ, മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം. ആരാ പറഞ്ഞത്? ഫ്രാൻസിസ് ബേക്കൺ. നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഈ ഫ്രഞ്ച് വിപ്ലവത്തിലെ നമ്മളിവിടെയുള്ള ഈ ഫ്രാൻസിസ് ബേക്കൻ്റെ ഫ്രാൻസ് മാത്രം എടുക്കുകയാണ്. ഓക്കെ, ഫ്രാൻസിസ് ബേക്കൻ്റെ ഫ്രാൻസ് മാത്രം എടുത്തു. ഇനി പറയുന്നത്, ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കുക. ഫ്രാൻസിലെ മനുഷ്യർക്ക് വിവേകം ഉണ്ടായപ്പോഴാണ്, അവിടെയുള്ള ആളുകൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായപ്പോഴാണ് അവിടെയുള്ള രാജാക്കന്മാർക്കെതിരെ അവർ സമരം ചെയ്തത്, അല്ലേ? അപ്പോൾ ഇവിടെ പൊട്ടത്തെറ്റായിരിക്കും, എന്നാലും മനസ്സിലാക്കുക. ഓക്കെ, ഫ്രാൻസിലെ മനുഷ്യർക്ക് വിവേകം ഉണ്ടായി അപ്പോഴല്ലേ ഫ്രാൻസിൽ വലിയ ചരിത്രമായത്. ഫ്രഞ്ച് വിപ്ലവം, വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതൊക്കെ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവമാണ്. 1789 1789 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ വർഷം. അപ്പോൾ ഫ്രാൻസിലെ മനുഷ്യർക്ക് വിവേകം ഉണ്ടായി എന്ന് ആലോചിക്കുക. ഫ്രാൻസിലെ മനുഷ്യർക്ക് വിവേകം ഉണ്ടായി.
ഓക്കെ, അതാണ് നമ്മുടെ ഫ്രാൻസിസ് ബേക്കൺ മാത്രം. അതിൽ നമ്മൾ ഫ്രാൻസിസ് ബേക്കൻ്റെ ഫ്രാൻസ് മാത്രമാണ് എടുക്കുന്നത്. ഫ്രാൻസിലെ മനുഷ്യർക്ക് വിവേകം ഉണ്ടായി, അത് ഓർത്ത് വെക്കുക. അപ്പോൾ ഫ്രാൻസിസ് ബേക്കൺ പറഞ്ഞത് മനുഷ്യനെ വിവേകമുള്ളവനാക്കുന്ന ഒന്നാണ് ചരിത്രം. ഓക്കെ അല്ലേ? കിട്ടും, ഉറപ്പാണ്. ഇനി 5ാമത്തെ ഡെഫിനിഷൻ, ഇത് അവിടെ ഒരു കാർ നമുക്ക് കാണാൻ പറ്റും. ഈ തോമസ് കാർലൈന് നമ്മുടെ ഡെഫിനിഷൻ എവിടെയുണ്ട്? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഒരു ഓപ്ഷൻ ഡി തോമസ് കാർലൈനാണ്. അപ്പോൾ ഇതെങ്ങനെ പഠിച്ചു നോക്കാം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എന്താ അദ്ദേഹം പറഞ്ഞത്? മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം. മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം എന്ന് നിർവചനം നൽകിയത് തോമസ് കാർലൈനാണ്. ഇവിടെ ഈ കാർലൈൽ എന്നുള്ളത് കാറ് ലൈൻ എന്ന് ഓർത്ത് നോക്കുക. കാർ ഇങ്ങനെ ലൈനായിട്ട് പോവുകയാണ്. ആരുടെ കാറാണ് ഈ ലൈനായിട്ട് ഇങ്ങനെ പോവുക? മഹാന്മാരായ ആളുകളുടെ കാറാണല്ലോ ലൈനായിട്ട് പോവുക. ഇപ്പോൾ ഈ മന്ത്രിമാരൊക്കെ ഇങ്ങനെ പോകുന്ന സമയത്ത്, സെലിബ്രിറ്റികളൊക്കെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇവരുടെ കാർ ഒരേ ലൈനിൽ പോവുകയാണ്. ആരുടെ കാറാണ് ലൈനിൽ പോകുന്നത്? നേരത്തെ നമ്മുടെ EH കാറല്ല, EH കാറ് നിലക്കാത്ത കാറാണ്. ഇത് കാർ ലൈനാണ്. ആരുടെ കാറാണ് ഈ ലൈനായിട്ട് പോകുന്നത്? മഹാന്മാരായ ആളുകളുടെ കാറുകൾ ഒരേ ലൈനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ അല്ലേ? ശരിക്കും മനസ്സിലാക്കുക. 2 പ്രാവശ്യം പറഞ്ഞാൽ കിട്ടും. മഹാന്മാരായ ആളുകളുടെ കാർ ലൈനായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ കാർ ലൈൻ മഹാന്മാരായ ആളുകളുടെ ജീവചരിത്രമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് തോമസ് കാർലൈൻ. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് 6ാമത്തെ ഡെഫിനിഷനിലേക്കാണ്. പ്രൊഫസർ മൈറ്റ്ലാൻഡ്. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, അതാണ് ചരിത്രം. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മനുഷ്യൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, അതാണ് ചരിത്രം. അപ്പോൾ ഈ പ്രൊഫസർ മൈറ്റ്ലാൻഡ് എന്നുള്ളത് അദ്ദേഹത്തെ മൈൻഡ് എന്ന് എന്ത് ചെയ്യുക ആലോചിക്കാം. മൈൻഡ്, ഈ മൈറ്റ്ലാൻഡ് എന്നുള്ളത് എന്ത് ചെയ്യാം? മൈൻഡായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഈ മൈൻഡിൽ നമ്മൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? എന്ത് ചിന്തിച്ചു. ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മൈൻഡിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചിന്തിച്ചു, എന്ത് പറഞ്ഞു, എന്ത് ചെയ്തു എന്നുള്ളത് ഇങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ മൈൻഡായിട്ട് കണക്ട് ചെയ്യാം. ഈ മൈറ്റ്ലാൻഡ് എന്നുള്ളത് മൈൻഡായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ മനുഷ്യൻ എന്ത് ചെയ്തു, എന്ത് പറഞ്ഞു, എന്ത് ചിന്തിച്ചു, ആരാണ്? മൈറ്റ്ലാൻഡ് ആണ്. എങ്ങനെ മനസ്സിലാക്കി വെക്കുക? അദ്ദേഹം മൈൻഡ് എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, ഒന്ന് നേരത്തെ സൂചിപ്പിച്ചു, ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഈ പറഞ്ഞ കോഡ് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇതിലും നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ നിർബന്ധമായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ എഡ്മണ്ട് ബർക്ക്. ഓക്കെ, എഡ്മണ്ട് ബർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ എഡ്മണ്ട് ബർക്കിൻ്റെ അഭിപ്രായത്തിൽ വിവേകത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ആചാര്യനാണ് ചരിത്രം. എങ്ങനെ കണക്ട് ചെയ്യും? എല്ലാം ഒരേപോലെയാണ് കാണുന്നത് അല്ലേ? കണക്ട് ചെയ്യാൻ പറ്റും, വളരെ ഈസിയാണ്. എന്താണ് ഈ എഡ്മണ്ട് ബർക്ക് ഉണ്ടല്ലോ, ഈ ബർക്ക് എന്നുള്ളത് വർക്ക് എന്ന് ആലോചിക്കാം. നമ്മുടെ വർക്ക്, WORK, വർക്ക് അല്ലേ? വർക്ക് ചെയ്യുക. നന്നായിട്ട് വർക്ക് ചെയ്താൽ എന്താ സംഭവിക്കുക? വിവേകത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ പറ്റും അല്ലേ? നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവേകത്തിൻ്റെ ഗതിവേഗം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പോൾ എഡ്മണ്ട് ബർക്ക് എന്നുള്ളത് എന്താണ്? വർക്കായിട്ട് ചിന്തിക്കുക. എങ്ങനെയാണ് വർക്ക് നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിവേകത്തിൻ്റെ ഗതിവേഗം വർദ്ധിക്കും. ഓക്കെ, അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, പൊട്ടത്തെറ്റാണെന്ന് അറിയാം, എന്നാലും എന്ത് ചെയ്യുക? ഒന്ന് കേട്ട് മനസ്സിലാക്കാൻ നോക്ക്. ഓക്കെ, കിട്ടും. ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് ഓർമ്മ വരും. അല്ലാതെ ഇതൊന്നും കിട്ടൂല. ഈ 18ഓളം ഡെഫിനിഷൻ എങ്ങനെ നമുക്ക് പഠിച്ചു വെക്കാൻ പറ്റുക? ഓക്കെ, അപ്പോൾ ഇതിന് വേറെ ഏതെങ്കിലും ഈസി മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് നോക്കാനുണ്ട്. എങ്ങനെ ഇത് കണക്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ഓക്കെ, എന്തായാലും ഇത് കോഡ് ഉണ്ടെന്ന് പറഞ്ഞു പോയല്ലോ. അപ്പോൾ ഇനി എല്ലാത്തിനും മാക്സിമം കോഡ് എങ്ങനെയും ഉണ്ടാക്കാൻ പറ്റുമോ നമുക്കൊന്ന് ശ്രമിക്കാം. നോക്കാം. ലക്കി എന്താ പറഞ്ഞത്? ലക്കി പറഞ്ഞത് ധാർമ്മിക വിപ്ലവങ്ങളെക്കുറിച്ചും അവയുടെ കാര്യകാരണങ്ങളെക്കുറിച്ചുമുള്ള രേഖയാണ് ചരിത്രം. ധാർമ്മിക വിപ്ലവങ്ങളെക്കുറിച്ചും അവയുടെ കാര്യകാരണങ്ങളെക്കുറിച്ചുമുള്ള രേഖയാണ് ചരിത്രം. അപ്പോൾ നമുക്കൊരു വിഷയത്തെക്കുറിച്ച് കാര്യകാരണങ്ങളെക്കുറിച്ചുള്ളൊരു രേഖ വിശദമായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിൽ കയറണം. പറയുന്ന ഒരു പോയിന്റ് മനസ്സിലാക്കി വെക്കുക. കാര്യകാരണങ്ങളെക്കുറിച്ചുള്ളൊരു രേഖ അല്ലെങ്കിൽ വിശദമായിട്ടുള്ളൊരു രേഖ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എവിടെ കയറണം? വിക്കിപീഡിയയിൽ കയറണം അല്ലേ? വിക്കിയിൽ സെർച്ച് ചെയ്യണം. അപ്പം അതുകൊണ്ട് ആ ഒരു കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള രേഖയും വിക്കിപീഡിയയുമായിട്ട് എന്ത് ചെയ്യുക? ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ക്ഷമിക്കുക. ഓക്കെ, എന്നാലും എന്ത് ചെയ്യുക? നമുക്ക് വേറെ രക്ഷയില്ല. അതെങ്ങനെയും എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അങ്ങനെ ധാർമ്മിക വിപ്ലവങ്ങളെക്കുറിച്ചും അവയുടെ കാര്യകാരണങ്ങളെക്കുറിച്ചുമുള്ള രേഖയാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ലക്കിയാണ്. എങ്ങനെ കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞു?
കാര്യകാരണങ്ങളെക്കുറിച്ചുള്ള രേഖ വിക്കിപീഡിയ സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ലോർഡ് ആക്ടൺ. അദ്ദേഹം പറഞ്ഞത് മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം. ഓക്കെ, മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന കഥയാണ് ചരിത്രം. ലോർഡ് ആക്ടൺ. അടുത്ത ഒരു പൊട്ടത്തരം പറയാൻ പോവാണ്. നമുക്കിവിടെ ലോഡാണ് വേണ്ടത്. ലോഡ്. അപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് തുറന്നു കാണിക്കുന്ന ഒരു ലോഡ് കഥകളുണ്ട്. നമ്മൾ മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലോഡ് കഥകൾ നമുക്ക് കാണാൻ പറ്റും. കുറച്ചൊന്നുമല്ല, മനുഷ്യ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് എത്രത്തോളം ചരിത്ര സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമ്മളതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു ലോഡ് ചരിത്രമുണ്ട്. മനുഷ്യ സ്വാതന്ത്ര്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു ലോഡ് ചരിത്രമുണ്ട്. ആരാണ് എഴുതിയത്? ലോഡ് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവും. ഏത് ലോഡ്? ലോർഡ് ആക്ടൺ. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചോദ്യമായിട്ട് വന്നതാണ് വിൽ ഡ്യൂറൻ്റ്. അപ്പോൾ ഇനി ഇത് വരും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്നാലും എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് അദ്ദേഹം പറഞ്ഞത്? വിൽ ഡ്യൂറൻ്റ് പറഞ്ഞത് മനുഷ്യൻ കഴിഞ്ഞ കാലങ്ങളിലൂടെ മനുഷ്യൻ ആർജിച്ച സംസ്കാരത്തിൻ്റെ കഥയാണ് ചരിത്രം എന്ന് നിർവചനം നൽകിയത് നമ്മുടെ വിൽ ഡ്യൂറൻ്റാണ്. ഇനി നമുക്ക് നേരെ അടുത്ത ഡെഫിനിഷനിലേക്ക് പോകാം. പ്രൊഫസർ റീനിയർ അദ്ദേഹം അഭിപ്രായപ്പെട്ടത് സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? റീനിയറാണ്. ഈ റീനിയറിൻ്റെ എന്നുള്ളത് മാത്രം എടുക്കുക. നമ്മൾ റീവൈൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ എന്താണ്? സ്മരിക്കുക എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ആ എങ്ങനെയെങ്കിലും ഈ സ്മരണയിലേക്കൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അത് മാത്രം മതി. ഈ സ്മരണയുമായി ബന്ധപ്പെട്ട ഒരേ ഒരു ഡെഫിനിഷൻ പറഞ്ഞത് നമ്മുടെ പ്രൊഫസർ റീനിയറാണ്. റീവൈൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? സ്മരിക്കുക അല്ലെങ്കിൽ ഓർത്തെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അങ്ങനെ സമുദായങ്ങളുടെ സ്മരണയാണ് ചരിത്രം. ആരാണ്? റീനിയർ. റീയും സ്മരണയുമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. റീനിയർ എന്നുള്ളത് എന്ത് ചെയ്യുക? റീവൈൻഡ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പോൾ ഈ കാണുമ്പോൾ തന്നെ സ്മരണ എന്നുള്ളതിലേക്ക് എങ്ങനെയെങ്കിലും ഇത് തമ്മിലൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഇനി അടുത്തത് ജെ ആൻഡേഴ്സൻ്റെ പേര് പോലെ തന്നെ വലിയൊരു ഡെഫിനിഷൻ തന്നെയാണ് നമുക്ക് പഠിച്ചു വെക്കാനുള്ളത്. മനുഷ്യവംശത്തിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയ മാറ്റങ്ങളെയും മനുഷ്യവംശത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും കുറിച്ചുള്ള വിവരണമാണ് ചരിത്രം. ഓക്കെ, നമ്മൾ ഈ ഒരു ക്ലാസ്സിങ്ങനെ ഒരു ഒറ്റ ഷോട്ടിൽ അങ്ങനെ പോവും. ഓക്കെ, അപ്പോൾ ജെ ആൻഡേഴ്സൺ മനുഷ്യവംശത്തിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയ മാറ്റങ്ങളെയും മനുഷ്യവംശത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും കുറിച്ചുള്ള വിവരണമാണ് ചരിത്രം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു കോഡൊന്നും കിട്ടിയിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിനും കോഡിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആകെ കൺഫ്യൂഷനാകും. എന്നൊരു ജെ ആൻഡേഴ്സൺ വലിയൊരു പേരാണ് അല്ലേ. അതേപോലെ തന്നെ വലിയ ഡെഫിനിഷനാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യവംശത്തിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ വലിയ മാറ്റങ്ങളെയും മനുഷ്യവംശത്തിൽ നടക്കുന്ന സംഭവങ്ങളെയും കുറിച്ചുള്ള വിവരണമാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷൻ വളരെ വിശാലമായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം ചരിത്രത്തിനെ കുറിച്ച് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഇനി ഡയണീഷ്യൻസിലേക്ക് വരുമ്പോൾ, ഇവിടെ നമുക്ക് കോഡ് അവൈലബിൾ അല്ല. നിങ്ങൾക്കറിയുമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ഡയണീസ് എന്താ പറഞ്ഞത്? ഡയണീസിൻ്റെ അഭിപ്രായത്തിൽ ഉദാഹരണങ്ങളിലൂടെ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ ഡയണീഷ്യസ് ആണ്. ഓക്കെ, ഇനി അടുത്ത ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ അരിസ്റ്റോട്ടിൽ എന്താ പറഞ്ഞതെന്ന് നോക്കാം. അരിസ്റ്റോട്ടിൻ്റെ അഭിപ്രായത്തിൽ ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രം. എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മൾ ചരിത്രവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ഏത് പാഠഭാഗങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ മാറാത്തൊരു പേരുണ്ടായിരിക്കും. എല്ലാം ആരായിരിക്കും? അരിസ്റ്റോട്ടിലായിരിക്കും അത് കണ്ടെത്തിയിട്ടുണ്ടാവുക. അത് ഇനി നമ്മുടെ ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളോ സയൻസ് വിഷയങ്ങളൊക്കെ ആണെങ്കിൽ എന്തുണ്ട്, അതിൻ്റെ ഒരു പിതാവായിട്ട് അവിടെ ആരുണ്ടാവും? ഒരിക്കലും മാറാത്ത ഒരാളാണ് ആര്? അരിസ്റ്റോട്ടിൽ. ഇതെന്തായാലും കിട്ടും. ഓക്കെ, ഒരിക്കലും മാറാത്ത ആൾ. എവിടെ? നമ്മുടെ ചരിത്രമൊക്കെ നോക്കുമ്പോൾ, ഭൂതകാലത്തെക്കുറിച്ചൊക്കെയുള്ള ചരിത്രമൊക്കെ നോക്കുന്ന സമയത്ത് ഒരിക്കലും മാറാത്തൊരു പേരവിടെ ഉണ്ടാവും. അതാരാണ്? അരിസ്റ്റോട്ടിലായിരിക്കും. ഓക്കെ, അങ്ങനെ അത് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഒരിക്കലും മാറാത്ത ഭൂതകാലത്തെക്കുറിച്ചുള്ള പ്രസ്താവ്യമാണ് ചരിത്രം, അരിസ്റ്റോട്ടിൽ. അവിടെ എന്താ കണക്ട് ചെയ്യേണ്ടത്? അരിസ്റ്റോട്ടിലെ ഒരിക്കലും മാറാത്ത ചിന്തകൻ, ഒരിക്കലും മാറാത്ത ഒരാളായിരിക്കും. നമ്മൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും അവിടെ ഉണ്ടാവും. ഇനി അടുത്തത് നമ്മുടെ ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യ മഹാനാടകമാണ്.
അല്ലേ? ഇപ്പം നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഒരു നവോത്ഥാനപരമായിട്ടുള്ളതും ഒരു ആധുനികമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾക്കും വികാസത്തിനൊക്കെ പങ്കുവഹിച്ചതും ഇന്ത്യൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും വികസനത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രധാന പങ്ക് വഹിച്ച ഒരു മഹൽ വ്യക്തിത്വമാണ് നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. അപ്പോൾ ആ ഒരു വികസനം, ഇന്ത്യയുടെ ആ ഒരു വികസനമൊക്കെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, ചരിത്രത്തിലേക്ക് ഇദ്ദേഹത്തിൻ്റെ ഡെഫിനിഷനായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. ഓക്കെ, അങ്ങനെ ജവഹർലാൽ നെഹ്റു ചരിത്രം വികസിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യമഹാനാടകമാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇനി 16ാമത്തെ ഡെഫിനിഷനാണ് എഡ്വേർഡ് ഗിബ്ബൺ. ഓക്കെ, ഇദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ്റെ നിർഭാഗ്യങ്ങളെയും വിഡ്ഢിത്തരങ്ങളുടെയും രജിസ്റ്ററാണ് ചരിത്രം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? ഇവിടെ ഗിബ്ബൺ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഗിബ്ബൺ എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുരങ്ങിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കുരങ്ങ് വിഭാഗത്തിൽപ്പെട്ട ആ ഒരു കുരങ്ങു വിഭാഗത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഒരു ഗിബ്ബൺ വിഭാഗമാണ്. ഓക്കെ, ഇത് അപ്പോൾ നമുക്ക് ഈ ഗിബ്ബൺ എന്നുള്ളത് കുരങ്ങനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സങ്കല്പിക്കുക. പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, അപ്പോൾ ഗിബ്ബൺ, ഈ കുരങ്ങൻ, ഈ ഗിബ്ബൺ കുരങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഇവൻ ഭയങ്കര നിർഭാഗ്യവാനുമാണ്. അതേപോലെ ഒരുപാട് വിഡ്ഢിത്തരങ്ങളും അതേപോലെ നിർഭാഗ്യവാനുമായിട്ടുള്ളൊരു ഗിബ്ബൺ കുരങ്ങ് എന്ന് ഓർക്കുക. ഗിബ്ബൺ എന്ന് പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, ഇതൊരു കുരങ്ങ് വിഭാഗം, നമ്മൾ കേട്ടിട്ടുണ്ട് ഗിബ്ബൺ എന്നുള്ളത്, കുരങ്ങ് വിഭാഗത്തിലുള്ളതാണ് ഈ ഗിബ്ബൺ. അപ്പോൾ ഈ ഗിബ്ബൺ കുരങ്ങ് എങ്ങനെയുള്ള ആളാണ്? നിർഭാഗ്യവാനുമാണ്, വിഡ്ഢിത്തരമുള്ള ഒരുപാട് ആളാണ്. ഒരുപാട് വിഡ്ഢിത്തരങ്ങളും നിർഭാഗ്യവാനുമായ ഒരാളാണ് ആര്? നമ്മുടെ ഈ ഗിബ്ബൺ കുരങ്ങ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ നിർഭാഗ്യങ്ങളുടെയും വിഡ്ഢിത്തരങ്ങളുടെയും രജിസ്റ്ററാണ് ചരിത്രം. ഓക്കെ, പഠിച്ചു നോക്കുക. വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്കത് പറ്റുമെന്നുണ്ടെങ്കിൽ സൂചിപ്പിച്ച പോലെ കമൻറ്റ് ചെയ്യുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് 2 ഡെഫിനിഷൻ മാത്രമാണ്. ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ഫസ്റ്റ് ടോപ്പിക്കിലെ പാർട്ട് ബിയിലെ മൊഡ്യൂൾ 1 ഫസ്റ്റ് ടോപ്പിക് ഡെഫിനിഷൻ ഓഫ് ഹിസ്റ്ററി തീരും. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമ്മൾ ഉടനെ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ GM ട്രാവലിയൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഒരേ സമയം ശാസ്ത്രവും കലയുമാണ് ചരിത്രം. നമുക്ക് എന്ത് മാത്രം മതി? ട്രാവലിയൻ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്. ട്രാവലിയൻ എന്നാണല്ലോ. ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ, നമ്മളൊരു യാത്ര ചെയ്യാൻ പോകുമ്പോൾ ശാസ്ത്രീയമായിട്ട് സമയമൊക്കെ നോക്കിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, ചില ആളുകൾ യാത്രക്ക് ഇറങ്ങുക. കൂടുതൽ ആളുകളൊക്കെ, നമ്മളെ സംബന്ധിച്ച് അതൊരു വിഷയമേ അല്ല. അവയുടെ എപ്പോഴാണെങ്കിലും നമുക്ക് എന്ത് യാത്രക്ക് പോകാം. എന്നാൽ എന്തുണ്ട്, യാത്രക്ക് പോകുന്ന സമയത്ത്, ട്രാവലിന് പോകുന്ന സമയത്ത് ശാസ്ത്രീയവും അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് സമയം നോക്കിയിട്ടൊക്കെ ട്രാവലിന് പോകുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ സമയവും അതേപോലെ ശാസ്ത്രവും എങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുക? നമ്മുടെ ട്രാവലിംഗിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അത് ഓർത്ത് വെക്കുക. ഇനി ഓക്സ്ഫോർഡിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുമ്പോൾ ഓക്സ്ഫോർഡ് അഭിപ്രായപ്പെട്ടത് ചരിത്രകാരൻ്റെ അനുഭവമാണ് ചരിത്രം. വളരെ ചെറിയ ഷോർട്ടായ ഒരു ചരിത്രം, ചരിത്രകാരൻ്റെ വളരെ ഷോർട്ടായ അനുഭവമാണ് ചരിത്രം, അല്ലേ? ചെറിയ ഷോർട്ടായ അനുഭവമാണ് ചരിത്രം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഓക്സ്ഫോർഡാണ്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെ കണക്ട് ചെയ്യുക? ചരിത്രകാരൻ്റെ ഒരു ഷോർട്ടായ അനുഭവം, ചെറിയ ഷോർട്ടായ അനുഭവമാണ് ചരിത്രം എന്നുള്ളതാണ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ ഒരുപാട് പൊട്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാലും അതിലുള്ള കുറച്ച് ആളുകളുടെയെങ്കിലും ഡെഫിനിഷൻ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും അത് ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഇത് കാണാതെ എഴുതുന്ന ഒരു 1 വേർഡ് പരീക്ഷയൊന്നും അല്ലല്ലോ, ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ഓപ്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഓർമ്മ വരും എന്നുള്ളത് ഞാൻ ഉറപ്പുവരുന്നു. നമുക്ക് അവിടെ കിട്ടാത്ത ഏതെങ്കിലും, നമ്മൾ നേരത്തെ കുറച്ച് ആളുകളുടെ ഡെഫിനിഷനും അവരുടെ ഒരു കണക്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിയില്ല. അപ്പോൾ അത് ഏതെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ പറഞ്ഞ പോലെ ഇത്രയും കാര്യങ്ങളാണ് ആദ്യത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഇവിടെ ഒന്ന് നിങ്ങളത് കമൻറ്റ് ചെയ്യുക. ഓക്കെ സുഹൃത്തുക്കളെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ പാർട്ട് ബിയിലെ തന്നെ മൊഡ്യൂൾ 1 2ാമത്തെ ടോപ്പിക്കായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഓക്കെ, താങ്ക് യു.